ഇല്ല, ഇത് മനഃപൂർവ്വം ആരോ കരുതിക്കൂട്ടി ചെയ്ത പ്ലാനാ. ഇത് അച്ഛൻ എഴുതിയതല്ല, അല്ല, ഒരിക്കലും അല്ല. പിന്നെ ഇതാരാ എഴുതിയിരിക്കുന്നത്? നോക്ക്, ഇത് അളിയന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് തൃശ്ശൂർ പറഞ്ഞല്ലോ. എനിക്കും അറിയാം ഇത് അളിയന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇങ്ങോട്ട് നോക്ക്, ഇത് അച്ഛന്റെ അല്ലേ? എത്ര മനോഹരമായിട്ട് അവരുടെ എഴുതിയിരിക്കുന്നത്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അച്ഛനായിരുന്നെങ്കിൽ എന്നെ ഫോൺ ചെയ്യുമായിരുന്നു. പറയാനുള്ളതെല്ലാം ഫോണിൽ കൂടെ തന്നെ പറഞ്ഞേനെ. ഇങ്ങനെ ലെറ്റർ എഴുതില്ല. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ഇതുവരെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് പോലും ഇല്ല. ഇത്രയും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ ഞങ്ങളോടൊന്ന് പറയാറുന്നല്ലോ. നോക്ക്, കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഏട്ടൻ എനിക്ക് അയച്ച കത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് വായിച്ചത്. ഇനി ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാ. ഫോൺ ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇതിന് അതിനെപ്പറ്റി പറയുന്നേ? മാത്രമല്ല, വിളിക്കാനുള്ള നമ്പർ തന്നിട്ടില്ല. തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കായിരുന്നല്ലോ. ആ കൈയക്ഷരത്തിലോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും മാറ്റം നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ലല്ലോ. നന്ദിച്ച, നീയും കൂടി ശരിക്കും നോക്ക്. ഏട്ടനെ പറ്റി നിനക്കും എല്ലാം അറിയാലോ. തന്നെ മോളെ. അതെ, ഇത് മുതലാളിയുടെ സൈൻ തന്നെയാ. അതേ കൈശ്വരം. വേറെ ആർക്കും ഇങ്ങനെ എഴുതാനാവില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. തെറ്റ് തന്നെയാ നീ ചെയ്തത്. നിന്റെ ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങള് മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുള്ള ബുദ്ധി പോലും ഇല്ലേ നിനക്ക്? പരസ്പരം സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റുന്നതും ശ്രീകോവിലിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വിഗ്രഹത്തെ അമ്പലത്തിൽ നിന്ന് മാറ്റുന്നതും ഒന്നുപോലെ തന്നെയാ. പ്രണയിക്കുന്നവർക്കേ പ്രണയമാണ് ദൈവം, പ്രണയമാണ് അമ്പലം, പ്രണയമാണ് എല്ലാം. ഈ വീട്ടിലുള്ള എല്ലാവരും നിന്റെ അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നല്ലോ. എന്നിട്ട് നിന്റെ അച്ഛനോ ഒരു ചെറിയ ലെറ്റർ അയച്ചിട്ട് അതിലങ്ങ് ഡിസിഷൻ എടുത്തു. നിനക്കിത് കോമഡി ആയിട്ട് തോന്നില്ലേ? സ്നേഹിക്കുന്നവരെ തമ്മില് പരസ്പരം അകറ്റിയിട്ട് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ച് കളഞ്ഞില്ലേ? ഇത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ഒന്ന് ചോദിച്ചോട്ടെ, ഈ വീട്ടിലെ മകനായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യം ഒന്ന് ചോദിക്കാൻ പോലും നിനക്ക് പറ്റിയില്ലല്ലോ. അച്ഛൻ എന്ത് തന്നെ ചെയ്താലും അതിന് കൃത്യമായൊരു കാരണം ഉണ്ടാവും. അല്ലാതെ ഒരു കാര്യമില്ലാത്ത ഒരു തീരുമാനം അച്ഛൻ ഇതുവരെ എടുത്തിട്ടില്ല. മനസ്സിലായി. പ്രണയത്തിന്റെ കാര്യം വരുമ്പോഴേക്കും അച്ഛന്മാരൊക്കെ അങ്ങ് വില്ലന്മാരായിട്ട് മാറുകയാണല്ലോ. ഞങ്ങളുടെ ഒരു നാടകത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. അച്ഛനാണ് അതിൽ വില്ലൻ. ഹീറോയിനും പ്രേമിച്ചെന്ന് പറഞ്ഞിട്ടേ അവരെ അങ്ങ് വെട്ടി കഷ്ണമാക്കിയിട്ടാ തീർത്തു കളഞ്ഞത്. എല്ലാ അച്ഛന്മാരും കണക്ക് തന്നെ. നീ പറയുന്നത് എല്ലാം ശരിയാണെന്ന് വിചാരിക്കല്ലേ? എല്ലാ അച്ഛന്മാരും നീ പറയുന്ന പോലെ ആയിരിക്കില്ല. എന്നാ നിന്റെ അച്ഛൻ അത്ര നല്ലതൊന്നുമല്ല. അതിലിനി തർക്കിക്കാനൊന്നും വരണ്ട. നീ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്? കണ്ടിട്ട് പോലാത്ത ഒരാളാ അദ്ദേഹത്തെ കുറിച്ച് അതിന് ആവശ്യമില്ലാതൊക്കെ പറയുന്നത്. ഏയ് സീറോ. കാലം മനുഷ്യനെ ഓരോരോ പാഠങ്ങൾ പഠിപ്പിക്കും. അത് മറക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം. നിനക്കങ്ങനെ അനുഭവ പാഠങ്ങളൊന്നും ഇല്ലായിരുന്നോ? എന്തനുഭവം? അല്ല, നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ കാര്യത്തെ കുറിച്ചും വലിയ അറിവാണെന്നാണല്ലോ തോന്നുന്നത്. വെറുതെ നിന്റെ അച്ഛന്റെ വാക്ക് കേട്ടിട്ടേ അനിയത്തിയുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കരുത്. നോക്ക്, നമ്മൾ രണ്ടുപേരും മുന്നിൽ നിന്ന് അവരുടെ കല്യാണം നടത്തി കൊടുക്കണം. ചേട്ടനും ചേട്ടത്തി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം അത്. ഞാൻ ഏട്ടനാ ശരി, പക്ഷെ നീ ഏട്ടത്തിയല്ലോ. തൽക്കാലം അങ്ങനെ കരുതിക്കോ. ഇല്ല ശൈലു, ചിലപ്പോ വിചാരിക്കുന്നതെല്ലാം നടക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ വിചാരിച്ചതും നടക്കും, വിചാരിക്കാത്തതും നടക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാ ഞാൻ തന്നെ. നോക്ക് സീറോ, ഞാൻ പറയുന്ന കേക്ക്. നമുക്കേ അവരുടെ കല്യാണം നടത്തി കൊടുക്കാം. നമുക്ക് പുണ്യം കിട്ടും മോനെ. അങ്ങനെ വന്നാലേ നമ്മുടെ രണ്ടുപേരുടെയും ബന്ധം കൂടുതൽ ദൃഢമായി തീരും. നമ്മുടേതങ്ങനെ ഡീപ്പ് ആവാനുള്ള ബന്ധമല്ല, തമ്മിൽ പിരിയാനുള്ള ബന്ധമാണ്. അത് മറക്കണ്ട.
എന്താണ് ഇത്ര തിടുക്കം ദിഗ്വിജയ? ചുരുങ്ങിയത് ഒരു കല്യാണം നടത്താൻ കൂടി കഴിയില്ലേ? നമ്മുടെ ഉദ്ദേശം നിന്റെ മകളുടെ കല്യാണം മുടക്കാനല്ല ദിഗ്വിജയ. ഞാനും തൃശൂലും ഒന്നിക്കാനാണ്, നാഗമാണിക്യം കണ്ടെത്താനും. എന്നാൽ നിന്റെ പ്രയത്നം ആ ദിശയിലേക്കല്ല. മകളുടെ കല്യാണം മുടക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് കരുതുന്നുണ്ടോ ദിഗ്വിജയ? നമ്മുടെ മുന്നിൽ വലിയ ലക്ഷ്യങ്ങളുള്ളപ്പോ ചെറിയ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കളയണം ദിഗ്വിജയ. പക്ഷെ എന്നാൽ ഇപ്പോഴുള്ളത് ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ല കൃഷ്ണേ. അജിത്ത് ഒരു സാധാരണക്കാരനല്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഞാനത് നിസാരമായി കണ്ട് അവനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവനാ. പോയപ്പോൾ മനസ്സിലായല്ലോ അവന്റെ പിന്നിൽ ഒരു വലിയ ശക്തി ഉണ്ടെന്നുള്ള കാര്യം. അവന്റെ പിന്നിലുള്ളത് ഒരു ശക്തി മാത്രമല്ല, ഒരു ലോകം തന്നെയുണ്ട്. കാരണം എന്താന്ന് വെച്ചാ അവൻ ഭൂമിയിലെ ഒരു മനുഷ്യനെയല്ല, ഗരുഡ ലോകത്തിലെ ഗരുഡനാണ്. എന്താണ് പറയുന്നത് ദിഗ്വിജയ? ഞാൻ കണ്ണുകൊണ്ട് കണ്ട സത്യമാണ് ഈ പറഞ്ഞത്. മരിച്ചവനെ എഴുന്നേറ്റ് എന്റെ മുന്നിൽ വന്ന് നിന്നില്ലേ, അത് തന്നെ പോരെ മനസ്സിലാക്കാൻ. നീ എപ്പോഴാ നാഗമാണിക്യം അപഹരിച്ചുകൊണ്ട് വന്നുവോ ആ ക്ഷണം മുതൽ ഇവർ നിന്റെ കൈവശമുള്ള ആ നാഗമാണിക്യം അന്വേഷിച്ച് നടക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ അവസാന ഘട്ടം എത്തുമ്പോൾ ഒരു ഗരുഡപക്ഷി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഭൈരവ ബാബ ഓർമ്മപ്പെടുത്തിയിരുന്നു. അത് മാത്രമല്ല, അത് മനുഷ്യരൂപത്തിലായിരിക്കുമെന്നും പ്രത്യേകം പറഞ്ഞിരുന്നു. ആ ഘട്ടം ഇപ്പോൾ വന്നിരിക്കുന്നുവെന്ന് പറയുമ്പോൾ എന്റെ ജീവിതം അവസാനിക്കാറായെന്നാണോ? അനാവശ്യ ചിന്തകളൊന്നും വേണ്ട ദിഗ്വിജയ. അവൻ നിന്റെ മകളുടെ പ്രിയപ്പെട്ടവൻ മാത്രമാണ്. പക്ഷേ അവൻ എന്നെ പറ്റിയുള്ള ചില വിഷയങ്ങളൊക്കെ അറിയാം. നാഗറാണി, നാഗമാണിക്യം, ആദിശേഷൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ വിഷയങ്ങളെപ്പറ്റിയെല്ലാം അവൻ പറയണമെങ്കിൽ അവൻ തന്നെയായിരിക്കും എന്റെ ഏറ്റവും വലിയ ശത്രു. ദിഗ്വിജയ, നാഗമാണിക്യം നാഗലോകത്തിന്റെ സ്വന്തമാണെന്ന് നാഗലോകർ കരുതുന്ന പോലെ അത് നാഗമാണിക്യമല്ല, അത് ഗരുഡമണിയാണെന്ന് ഗരുഡ ലോകത്തുള്ളവർ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നത് നാഗമാണിക്യം എവിടെയുണ്ടെന്ന് കരുതിയ അവർ വന്നിരിക്കുന്നതെന്നാ. നാഗമാണിക്യത്തിനായി നിന്റെ മകനെ നാഗറാണി വിവാഹം കഴിച്ചതുപോലെ ആ ഗരുഡനും നിന്റെ മകളെ വിവാഹം കഴിച്ച് നാഗമാണിക്യം കൈവശപ്പെടുത്താനാണോ ശ്രമിക്കുന്നത്? ആ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അവനിനി എന്റെ മകളെ ഒരിക്കലും കാണാൻ പാടില്ല. ഒരു കാരണവശാലും അവർ തമ്മിലുള്ള വിവാഹവും നടക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ ആ നാഗറാണി എന്റെ മരുമകളായി വന്നതുകൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ആ ഗരുഡൻ എന്റെ മരുമകനാകാൻ പാടില്ല. എന്തെങ്കിലും ചെയ്ത് അവൻ ഈ വീട്ടിലേക്ക് വരാതിരിക്കാൻ നോക്കണം. ഓം മഹാശക്തായ നമഃ. ഓം പിംഗളാക്ഷായ നമഃ. ഓം നീലനേത്രായ നമഃ. ഓം നീലകേശായ നമഃ. ഓം ഗരുഡാന്ധകായ നമഃ. ദിഗ്വിജയ, നിന്റെ വീടിന് ഗരുഡ ദിഗ്ബന്ധനം ചെയ്തിരിക്കുന്നു. ഇനി ഗരുഡ കുലത്തിലുള്ള ആർക്കും നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. കൃഷ്ണേ, ഇങ്ങനെ ദിഗ്ബന്ധനം ചെയ്തതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നിനക്കും നിന്റെ വീട്ടുകാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. പക്ഷേ ഗരുഡ കുലത്തിലുള്ള ആർക്കും നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അവരെങ്ങാനും മനുഷ്യരൂപത്തിൽ വന്നാൽ
കത്തിച്ചാമ്പലായി പോകും. അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുമെന്നാണ്? അത് തന്നെ. അവൻ എങ്ങനെയൊക്കെ വീട്ടിൽ കയറാൻ ശ്രമിച്ചാലും എല്ലാം പരാജയപ്പെടും. എന്നാൽ നിന്റെ മകൾ വീടിന് പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തം മാത്രമാണ്. സമാധാനായി. ശത്രുവിന്റെ ഉപദ്രവത്തിൽ നിന്ന് മുക്തി കിട്ടിയല്ലോ, അത് മതി എനിക്ക്. ഏത് കാരണം കൊണ്ടും എന്റെ മകള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. വീണയുടെ ചെറിയച്ഛൻ എന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കിയിരിക്കുന്നു. വീണയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അവളുടെ വീട്ടുകാരിതറിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിക്കാൻ അനുവദിക്കില്ല. എത്രയും പെട്ടെന്ന് വീണയെ വീട്ടിൽ നിന്നും കൊണ്ടുവരണം. എന്താണിത്? ദിഗ്വിജയന്റെ വീട്ടിലേക്ക് കേറാൻ കഴിയുന്നില്ലല്ലോ. ദിഗ്വിജയന്റെ വീടിന് ചുറ്റും ദിഗ്ബന്ധനം ചെയ്തിരിക്കുന്നു. ഇത് മറികടന്നു പോകാൻ എനിക്കാവില്ല. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്ത് വീണ ഇവിടെ നിന്നും കൊണ്ടുപോകണം. ആരോ എനിക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റാത്തതുപോലെ ദിഗ്ബന്ധനം ചെയ്തിരിക്കുക. ഇതെങ്ങനെ മറികടക്കും? നാഗമാണിക്യം, മഹാശക്തി. ദിഗ്വിജയൻ വീട്ടിലില്ലാത്തത് കാരണം വീണയുടെ വാക്കിന് ഒരു വിലയുമില്ല. വീടിന് ചുറ്റും ദിഗ്ബന്ധനം ചെയ്തിരിക്കുക. ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല. ദിഗ്വിജയൻ വന്നാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുള്ളൂ. മഹാശക്തി, ദയവ് ചെയ്ത് ദിഗ്വിജയനിൽ എത്താനുള്ള വഴി കാണിച്ചു തരൂ. ദിഗ്വിജയൻ വന്നാൽ മാത്രമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ തീരുകയുള്ളൂ. ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കൂ മഹാശക്തി. നാഗമാണിക്യം എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? ദിഗ്വിജയൻ എവിടെയുള്ളതെന്ന് ചോദിച്ചപ്പോ അവരുടെ വീട്ടിലേക്കാണല്ലോ കൊണ്ടുപോകുന്നത്. ദിഗ്വിജയനെ കാണുന്നില്ല. എന്നാൽ നാഗമാണിക്യം എന്നെ ഇവിടേക്കാണ് എത്തിച്ചത്. ഇനി ദിഗ്വിജയൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമോ? ഇതെന്താണ് സംഭവിച്ചത്? അപ്പോ അതിനർത്ഥം ധനഞ്ജയനാണോ ദിഗ്വിജയൻ? സ്നേഹിക്കുന്നത് തെറ്റാണോ ഏട്ടത്തി? ഒരിക്കലും തെറ്റല്ല. പക്ഷെ പ്രണയം കിട്ടില്ലെന്ന് കരുതി ഇങ്ങനെ കരയുന്നതാണ് തെറ്റ്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശം തന്നതേ ആ ദൈവത്തിന്റെ നിശ്ചയോ. എന്നാൽ നമ്മൾ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനം. നീ അജിത്തിന്റെ കൂടെ മാത്രമേ ജീവിക്കുന്നുള്ള തീരുമാനം നീ എടുത്തു കഴിഞ്ഞു. പിന്നെ എന്തിനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ? ഏട്ടത്തി പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ വീട്ടുകാരും സമ്മതിക്കുന്നില്ലല്ലോ. അവന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത് നീയാണോ അതോ ഇവിടെ ഉള്ളവരാണോ? കരയല്ലേ? കരയുക അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കുമല്ലേ? എല്ലാ പൂട്ടുകളെയും തകർക്കാനുള്ള ശക്തി പ്രണയത്തിനുണ്ട്. നിന്റേത് ശരിക്കുള്ള പ്രേമം തന്നെയല്ലേ? ഡോണ്ട് വറി, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം നടത്തി തരാം. അല്ല ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാലേ ബുദ്ധി വരാൻ പോകുന്നില്ല. ബാ, നമുക്ക് ആദ്യം ഇവിടെ നിന്ന് പോകാം. ഇപ്പോഴോ? അയ്യോ, ഇന്നാണോ നാളെയാണോ എന്ന് ചോദിച്ചോണ്ടിരുന്നാലേ വെറുതെ സമയം അങ്ങ് പോവേയുള്ളൂ. ഞാൻ പറയുന്ന കേക്ക് നീ. എന്താന്നറിയില്ല, നിങ്ങൾ രണ്ടുപേരും ഒന്നാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്താ ഇപ്പൊ ചെയ്യാ? ആ, പ്രോമിസ്, നീയാണ് സത്യം. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഞാൻ നടത്തി തരും. ഓക്കെ അല്ലേ? എല്ലാവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കും. ബാ, പോ. ബാ. ഏട്ടത്തി
ഏട്ടത്തി എന്തെങ്കിലും കുഴപ്പമാവോ? നീയായിട്ടൊരു കുഴപ്പം ഉണ്ടാക്കാതിരുന്നാ മതി. ആരുമില്ല ഇവിടെ, പെട്ടെന്ന് വാ. ഞാനിവിടെ ഉണ്ടല്ലോ. ഓ സുജാതെ, നീയായിരുന്നോ? ഇതെന്താ ഈ സമയത്ത് നീ എന്താ ചെയ്യുന്നേ? നിങ്ങൾ എങ്ങോട്ട് ഈ നേരത്ത്? വാക്കിങ്ങിന് പോവാണോ? ഏയ് വാക്കിംഗ് അല്ല, റണ്ണിങ്ങാ. എന്ന് പറഞ്ഞ ഓടിപ്പോവാന്ന്. എങ്ങോട്ട്? സുജാതെ, ഞാൻ വിചാരിച്ചു വീണ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവളുടെ ചെക്കനുമായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന്. നന്നായിട്ട് തമാശ പറയുന്നുണ്ടല്ലോ. നല്ല ആർട്ടിസ്റ്റാണ് നിങ്ങൾ. എന്താ ഒന്നുകൂടെ പറഞ്ഞു ഞാൻ കേക്കട്ടെ. നിങ്ങളെ പോലെ വേറൊരു ആക്ടർ ഇല്ലാന്നാ പറഞ്ഞത്. താങ്ക് യു. വീണ ബൈ പറ. ബൈ ബൈ. ദിഗ്വിജയൻ രൂപം മാറി വന്നത് എന്തിനായിരിക്കും? അവന്റെ കൂടെയുള്ള കൃഷ്ണയും ദാക്ഷാണിയും ആരാണ്? അവരെന്തിനാണ് അവന്റെ കൂടെ വന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു അജിത്. എന്റെ മുന്നിൽ വെച്ചോ? ഹലോ ബോസ്, സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേക്ക്. എന്നിട്ട് അവളെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലല്ലോ മുഖത്ത്. വീട്ടിലെ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടുള്ള ടെൻഷനാണോ? നോക്ക്, അവളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം കഴിച്ച് സന്തോഷമായിട്ടങ്ങ് ജീവിക്ക്. എന്നിട്ടൊരു 1-2 വർഷം കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ മതി. അപ്പോഴേക്കും വീട്ടിലെ എല്ലാവരുടെ പ്രശ്നവും തീർന്നോളും. മനസ്സിലായോ? വേഗം പൊയ്ക്കോ പൊയ്ക്കോ. അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ. ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങനെ സംസാരിച്ച് നിക്കണ്ട. വീട്ടിലെ ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് നമ്മളെ ഫോളോ ചെയ്ത് വന്ന് പിടികൂടുന്നതിന് മുമ്പേ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ജീവിക്കാൻ നോക്ക്. അല്ല, വീട്ടുകാരോടെല്ലാം ഒരു സത്യം പറയണമെന്ന്. ഓ, സത്യം പറയണോ? അതും പറഞ്ഞ് അങ്ങോട്ട് പോയാലേ കൊന്നുകളി അത്ര തന്നെ. അവരുടെ വീട്ടിലെ കൊച്ചിനെ കടത്തി കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവരുടെ പെർമിഷൻ ചോദിക്കാണോ? ഒന്നും മിണ്ടാതെ പോ നോക്കിയേ. അതല്ല, അത് ഒന്ന് അപ്ഡേറ്റ് ആവന്റെ മോനെ. പ്രേമിക്കുന്ന പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ അപ്പുറം ഇപ്പുറം ഒന്നും നോക്കാതെ ഒറ്റ പോക്കങ്ങ് പോയിക്കൊള്ളണം. മനസ്സിലായോ? സ്കോർ അധികമാക്കാൻ വേണ്ടി ഇത് തന്നെയാണ് പറ്റിയ സമയം. ഇവരുടെ കല്യാണം ഞാനങ്ങ് നടത്തിയാലോ? അപ്പൊ എനിക്ക് തന്നെ എല്ലാവരും വോട്ട് ചെയ്യും, എനിക്ക് തന്നെ ജയിക്കാനും പറ്റും. നോക്ക്, നാളെ രാവിലെ തന്നെ നിങ്ങളുടെ കല്യാണം. അത് ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തി തരും. അതിനുള്ള ചെലവൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. അപ്പൊ ഇനി വീട്ടുകാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? നോക്ക്, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോന്ന്? വാ നടക്ക്. വീണേ, വീണേ, വീണേ. ഇവിടുത്തെ എവിടെ പോയി? വീണേ. എടി പങ്കു, ഇതെന്താ ഒരു പുതിയ ടാസ്ക്? എല്ലാവരും മേളിലും താഴെ അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് തിരയുന്നുണ്ടല്ലോ. നമ്മുടെ ശൈലുവിനോട്ട് കാണാനുമില്ല. മോളെ, ദേ നോക്കടി, ഓരോന്നിനെ മുറിച്ച് വിളമ്പിയാലുണ്ടല്ലോ ഒരാഴ്ച തിന്നാലും തീരൂല. അവരെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ടടിച്ചാലുണ്ടല്ലോ ആനയുടെ കാലിനടിപ്പെട്ട തന്നിമത്തം പോലെ ആയിപ്പോ. അമ്മേ, എന്തു പറ്റി അമ്മേ? എന്താ മുഖത്തൊരു ടെൻഷൻ? ടെൻഷൻ എന്താണെന്നോ? അവളെ കാണുന്നില്ലടാ. ആര്? വേറെ ആരെയാ? നിന്റെ പുന്നാര അനിയത്തി. അവൾ എവിടെ പോവാനമ്മേ? ഇവിടെ എവിടെയും കാണും. മോളെ വീണേ, വീണേ, മോളെ എവിടെയാ നീ? അച്ഛാ, വീണേ കാണുന്നില്ലെന്ന്. അവൾ ഇവിടെ പോയി. അതെ മോനെ, വീട് മൊത്തം അരിച്ചു പെറുക്കി. വീണയും കണ്ടില്ല, ശിവാനിയും കണ്ടില്ല. എടി പങ്കു, നമ്മുടെ ശൈലു ഈ പ്രോഗ്രാമിൽ എന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയ്ക്ക് വലിയൊരു പ്രോബ്ലം ആയോ? ചോദിക്കാതെ പറയാൻ ഓരോന്ന് ചെയ്ത് നമ്മുടെ നെഞ്ചിൽ പോയപ്പോ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാ?
വീട്ടിൽ ഇത്രയൊക്കെ ആളുണ്ടായിട്ടും എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അവള് പോയിന്ന് പറഞ്ഞ എന്താ അർത്ഥം? മനസ്സിലായില്ല.